സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. നമുക്കൊരു വചനം വായിക്കാം. എല്ലാവരും വേദപുസ്തകം എടുത്ത് മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുകയാണ്. 6 ദിവസം കഴിഞ്ഞ ശേഷം യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി ഒരു ഉയർന്ന മലയിലേക്ക് തനിച്ച് കൊണ്ടുപോയി അവരുടെ മുൻപാകെ രൂപാന്തരപ്പെട്ടു. ഭൂമിയിൽ ഒരു അലക്കുകാരനും വെളുപ്പിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ വസ്ത്രം അത്യന്തം വെളുപ്പായി തിളങ്ങി. അപ്പോൾ ഏലിയാവും മോശയും അവർക്ക് പ്രത്യക്ഷമായി യേശുവിനോട് സംഭാഷിച്ചുകൊണ്ടിരുന്നു. ഏലിയാവും മോശയും പ്രത്യക്ഷമായി യേശുവിനോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഈ സമയത്തെ അവസ്ഥയെപ്പോലെ ആ കാലത്തും മനുഷ്യർ അനേക രീതിയിലുള്ള രോഗത്താൽ ഭാരപ്പെടുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നു. പിശാചിനാൽ ബാധിക്കപ്പെട്ട വ്യക്തികൾ ഉണ്ടായിരുന്നു. കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു, അന്ധന്മാരുണ്ടായിരുന്നു, ഊമന്മാരുണ്ടായിരുന്നു, ബധിരന്മാരുണ്ടായിരുന്നു, വികലാംഗർ ഉണ്ടായിരുന്നു. ആ കാലത്ത് ദൈവാലയത്തിലും അങ്ങനെയുള്ളവർ അനേകർ കടന്നു വന്നിരുന്നു. എന്നാൽ ജീവനുള്ള ദൈവത്തിന്റെ ആലയം ഒരു വ്യാപാരശാലയെപ്പോലെ, ബിസിനസ് ശാലയെപ്പോലെ ആകുന്നത് അതുപോലെ അന്നുള്ള പരീശന്മാര്, ശാസ്ത്രിമാര് എന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ അവരുടെ വെള്ള വസ്ത്രങ്ങൾ, അവരുടെ യൂണിഫോം, അവരുടെ മത ആചാരങ്ങൾ, അവരുടെ നിഷ്ഠകൾ, ആചാരം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അവർക്ക് ശക്തിയില്ലായിരുന്നു, ഭക്തിയില്ലാത്തവരായിരുന്നു, വിശുദ്ധി ഇല്ലാത്തവരായിരുന്നു, ദൈവത്തിന്റെ കാര്യങ്ങളെ മനസ്സിലാക്കുവാൻ കഴിവില്ലാത്തവരായിരുന്നു. അക്കാലത്തെ വിശ്വാസ സമൂഹം മരിച്ച അവസ്ഥയിലായിരുന്നു. മനുഷ്യൻ തന്നെത്താൻ നാശത്തിലേക്ക് പോകുന്ന അവസ്ഥയിൽ ആയിരുന്നു. കർത്താവ് അവരെ നോക്കിയിട്ട് അവരോട് മനസ്സലിവ് കാണിച്ചു. അവരെ വിടുവിക്കണമെന്നും സൗഖ്യം കൊടുക്കണമെന്നും അവരുടെ പാപങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കണമെന്നും അവരോട് ക്ഷമിച്ച് ആശ്വസിപ്പിക്കണമെന്നും വിചാരിച്ച് അവരെ അനുഗ്രഹിച്ചെന്ന് ബൈബിളിൽ കാണാൻ കഴിയും. യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് മനുഷ്യ അവതാരമെടുത്ത് വന്ന് മനുഷ്യന്റെ കഷ്ടതയെ കണ്ണുകൾ കൊണ്ട് കണ്ടപ്പോൾ, നമ്മെപ്പോലെ തന്നെ ജഡശരീരത്തിലായിരുന്നു, എല്ലാ രീതിയിലും പരീക്ഷിക്കപ്പെട്ടപ്പോൾ, മനുഷ്യനായി ജീവിച്ചുകൊണ്ട് പരാജയപ്പെട്ടുപോയ മനുഷ്യന്, തന്നെത്താൻ നാശത്തിലേക്ക് ദിനംതോറും പോയിക്കൊണ്ടിരുന്ന മനുഷ്യന്, അവന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിക്കുവാൻ വേണ്ടിയാണ് വന്ന എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ ആ പരിതസ്ഥിതിയിൽ എത്രയോ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നിട്ടും, എത്രയോ രോഗികൾ അവിടെ ഉണ്ടായിരുന്നിട്ടും, ആ സമയങ്ങളിൽ അവൻ ഇരുന്ന് ചിന്തിക്കുമായിരുന്നു, അവൻ ഇരുന്ന് ആലോചിക്കുമായിരുന്നു. അവൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് സമയം ചെലവഴിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഇരുന്ന് ദൈവത്തോട് ആലോചിക്കുമായിരുന്നു, മുട്ടുമടക്കി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം തൻ്റെ 9 ശിഷ്യന്മാരിൽ 3 പേരോട് മാത്രം, കുറച്ച് കൂടുതൽ പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് മാത്രം, ഇവരെനിക്ക് കുറച്ച് ആശ്രയമായിരിക്കുന്നു, പ്രാർത്ഥനയിൽ ഇവർ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും വിട്ടിട്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയിട്ട് അവിടെ ഏകനായിട്ടിരുന്ന് പ്രാർത്ഥിക്കുവാനിടയായി. വീണ്ടും ഞാൻ പറയട്ടെ, മനുഷ്യൻ ഈ നാളുകളായി ഏകാന്തമായി സമയം ചിലവഴിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കുന്നില്ല? ഞാൻ മുറിയിൽ കയറി കഥ കടച്ച് ഏകനായി തന്നെയാണ് ഇരിക്കുന്നത്. എൻ്റെ അമ്മയും അച്ഛനെയും ഞാൻ മുറിയിലേക്ക് വരാൻ അനുവദിക്കുന്നില്ല. ഞങ്ങളാ ഫോണും പിടിച്ച് ഏകനായി തന്നെയാണ് ആയിരിക്കുന്നത്. ആരോടൊപ്പം? ആരോടൊപ്പമാണ്? സെൽഫോൺ നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഒറ്റയ്ക്കായിരിക്കുമോ? സെൽഫോൺ നിന്നെ ഗൈഡ് ചെയ്യുമോ, അതോ നീ സെൽഫോണിനെ ഗൈഡ് ചെയ്യുമോ? പറയൂ. ദയവ് ചെയ്ത് നിങ്ങളുടെ സെൽഫോണിന് റെസ്റ്റ് കൊടുക്കൂ, ഒരു ബ്രേക്ക് കൊടുക്കൂ. കൊടുക്കാമോ? നിങ്ങളുടെ സെൽഫോണുകൾ ദിവസവും ഒരു 2 മണിക്കൂറോളം ഓഫ് ചെയ്ത് വയ്ക്കുക. ദൈവത്തിന് കൊടുക്കേണ്ട ദശാംശം നോക്കിയാൽ ദിവസവും 2-2.5 മണിക്കൂറോളം നമുക്ക് കൊടുക്കേണ്ടതാണ്. ആ സമയത്ത് നിങ്ങൾ സെൽഫോൺ മുട്ടുവാൻ പാടില്ല. നിങ്ങൾ ദൈവത്തോട് സംസാരിക്കൂ, ദൈവത്തിന് ഫോൺ ചെയ്യൂ. ദൈവത്തിന് ഫോൺ ചെയ്യുവാൻ സെൽഫോണിന്റെ ഒന്നും ആവശ്യമില്ല. ദൈവത്തിന് ഫോൺ ചെയ്യണമെങ്കിൽ ബൈബിൾ മതി. മുഴങ്കാലിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി. 2 മണിക്കൂറുകൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെക്കുക, എല്ലാ പണികളും നിർത്തിവെക്കുക, ബാക്കി എല്ലാ കാര്യങ്ങളും അവസാനിപ്പിക്കൂ. ദൈവത്തോട് സംസാരിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന വരുന്നില്ലെങ്കിൽ നിശബ്ദമായിരിക്കുക. ദൈവം തന്നെ നിങ്ങളോട് സംസാരിക്കും. നിങ്ങൾ മൗനമായിരിക്കുക.
നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ജീവിതം എവിടം വരെ എത്തി നിൽക്കുന്നു, ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു, ഇപ്പോൾ എന്ത് സംഭവിച്ചിരിക്കുന്നു, എൻ്റെ വയസ്സ് എത്ര, ഞാൻ എന്തെല്ലാം ചെയ്തു, എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളതെല്ലാം ഇരുന്നിട്ട് നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളുടെ കുഴപ്പങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നിങ്ങളെ തന്നെ ദൈവത്തിന് മുൻപിൽ സമർപ്പിക്കുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ തുടക്കമുണ്ടാകുന്നു, ഒരു പുതിയ ആരംഭം. അങ്ങനെ പുതിയ അനുഗ്രഹങ്ങളും അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അങ്ങനെ വിശുദ്ധനായ കർത്താവ് തന്നെ ഏകനായിരുന്ന് പ്രാർത്ഥിച്ചുവെങ്കിൽ മനുഷ്യരായിരിക്കുന്ന നമുക്ക് ഏകനായിരുന്നുള്ള പ്രാർത്ഥന എത്രയോ ആവശ്യമാണ്. നിങ്ങളുടെ ഗ്രൂപ്പ് പ്രയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, ഫാമിലി പ്രയറിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല. ഫാമിലി പ്രയർ വേണം, ഗ്രൂപ്പ് പ്രയർ വേണം, ചർച്ചിലെ വിശ്വാസികൾ കൂടി പ്രാർത്ഥിക്കേണ്ടതാണ്. അതുപോലെ എന്നെപ്പോലുള്ള ദൈവദാസന്മാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമുണ്ട്. ഇതെല്ലാം ആയിരിക്കുമ്പോഴും നിനക്കും ദൈവത്തിനും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കണം. നീയും ദൈവവും തമ്മിൽ ചിലവഴിക്കുന്ന സമയങ്ങളിൽ നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് പ്രാപിച്ചെടുക്കുന്ന വെളിപ്പാടുകൾ നിന്റെ ആത്മീയ ജീവിതത്തിന്, അതുപോലെ നിന്റെ ജീവിതത്തിന്, അതുപോലെ നിന്നിൽ കൂടി അനേകം ആളുകളുടെ ആത്മീയ ജീവിതത്തിന് അനുഗ്രഹമായി മാറാറുണ്ട്. ഈ ദിവസം മുതൽ പ്രിയ യൗവനക്കാരെ, നിങ്ങൾ പ്രധാനമായും കർത്താവിന് സമയം കൊടുത്തു നോക്കൂ. അവിടെ ചെന്നപ്പോൾ കർത്താവ് രൂപാന്തരപ്പെട്ടു എന്നുണ്ട് ബൈബിളിൽ. രൂപാന്തരപ്പെടുക എന്നാൽ അവന്റെ വസ്ത്രങ്ങൾ വെട്ടിത്തിളങ്ങി, ടകടകടകടാന്ന് വെട്ടിത്തിളങ്ങി. അവിടെ ചെന്ന സമയത്ത് അവനൊരു മറുരൂപം, അതായത് ബൈബിളിൽ പറയുന്ന അവൻ വേറൊരു രൂപമുണ്ടായി എന്ന് പറയുന്നു. നിന്നിൽ ഉള്ളതായിരിക്കുന്നതായ ധൈര്യക്കുറവ്, നിന്നിലുള്ളായിരിക്കുന്ന നെഗറ്റീവ് ചിന്തകൾ, നിന്നിലുള്ള ലോകത്തിന്റെ ചിന്തകൾ, നിന്നിലുള്ളതായ അപകർഷത, അതുപോലെ നിന്നിലുള്ള ഇതൊക്കെയാണല്ലോ ഇപ്പോഴുള്ള യൗവനക്കാർക്ക് ജീവിതത്തിലുള്ളത്. പല യൗവനക്കാരും എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്, നെഗറ്റീവ് ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്നില്ല, സെക്ഷൽ ചിന്തകളെ ജയിക്കുവാൻ കഴിയുന്നില്ല എന്നൊക്കെ. എനിക്ക് വല്ലാത്തൊരു അപകർഷതാ ബോധമുണ്ട്. എപ്പോൾ നോക്കിയാലും ഞാൻ തന്നെ എന്നെ വിലയില്ലാത്തവനായി കാണുന്നു, ഞാൻ എപ്പോഴും നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോകണമെങ്കിൽ ഞാൻ എപ്പോഴും മനുഷ്യരോടാണ് സംസാരിക്കുന്നത്. നീ സിനിമ കാണാൻ പോയിരിക്കുമ്പോൾ മനുഷ്യരോട് തമാശയൊക്കെ പറഞ്ഞിരിക്കാം, നീ മനുഷ്യരോട് സംസാരിക്കുന്ന സമയത്ത് നിനക്ക് കുറച്ച് ആശ്വാസം ലഭിച്ചിരിക്കാം. എന്നാൽ നിന്റെ ഉള്ളിലുള്ള ചിന്ത പോകാത്തതുകൊണ്ട് നിനക്ക് പൂർണ്ണമായി വിടുതൽ ലഭിക്കില്ല. അതേ കാര്യം നീ കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ, അതേ കാര്യം തന്നെ നീ ദൈവത്തോട് പറയുകയാണെങ്കിൽ നിന്റെ മനസ്സിനെ മാറ്റിയെടുക്കും അവൻ. എപ്പോഴും നിന്നെക്കുറിച്ച് തന്നെ നീ വില കുറഞ്ഞ് ചിന്തിക്കുന്ന സമയത്ത് നീ മുഴങ്കാലിരുന്ന് പ്രാർത്ഥിച്ചാൽ നീ എഴുന്നേൽക്കുമ്പോൾ സമാധാനത്തോടെ സന്തോഷത്തോടെ എഴുന്നേൽക്കും, ഒരു പ്രത്യാശയോടുകൂടി എഴുന്നേൽക്കും. എന്റെ കർത്താവായ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന ആശ്വാസത്തോടുകൂടി എഴുന്നേൽക്കും. കർത്താവിന്റെ പദ്ധതികളെ നീ അറിയും. ദൈവത്തിന്റെ അനുഗ്രഹം നിന്റെ ജീവിതത്തിൽ വരികയും ചെയ്യും. നിനക്ക് എന്തെല്ലാം വന്നാലും കർത്താവിൽ തന്നെ നീ ആശ്രയിക്കുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ ദൈവത്തിൽ ആശ്രയിക്കുന്നത് നല്ലത്. എല്ലാവർക്കും അറിയാം, പക്ഷെ നാം അതുമാത്രമേ ചെയ്യൂ. വാക്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാൽ പണം ആവശ്യം വരുമ്പോൾ നാട്ടുകാരോട് നാം ചോദിക്കും, അമ്മയോട് ചോദിക്കും, അച്ഛനോട് ചോദിക്കും, കൂട്ടുകാരോട് ചോദിക്കും, ആവശ്യമെങ്കിൽ നമ്മുടെ ഭാര്യയോടും ചോദിക്കും. ഇപ്പോഴത്തെ ആൾക്കാർ നിങ്ങൾ കൊടുക്കുന്നുണ്ടായിരിക്കുമല്ലോ ഭർത്താക്കന്മാർക്ക്, ഇല്ലെങ്കിൽ അവർ മര്യാദയ്ക്ക് ഇരിക്കുമോ? സഹോദരിമാർ കുറച്ച് പൈസ ഒക്കെ എടുത്ത് മാറ്റി വെക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി. എന്നാൽ അത് നോക്കിയിരിക്കുന്ന സഹോദരന്മാരുണ്ട്, എങ്ങനെയും അത് അടിച്ചു മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്ന സഹോദരന്മാർ. എത്ര ദയനീയമായ സ്ഥിതിയാണ് നോക്കൂ. പുരുഷൻ തൻ്റെ ഭാര്യയെയും മക്കളെയും പരിപാലിക്കണം. ഒരുവൻ തൻ്റെ ഭാര്യയെ പരിപാലിക്കുന്നില്ല എങ്കിൽ, സംരക്ഷിക്കുന്നില്ലെങ്കിൽ അവൻ അവിശ്വാസിയേക്കാൾ മോശമാണെന്ന് പറയുന്നു. നിങ്ങൾ ആലോചിക്കൂ. ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോകാൻ നിങ്ങൾ ശീലിക്കൂ. പത്രോസിനെയും യാക്കോബിനെയും യോഹനാനെയും കൂട്ടി യേശു മലയിലേക്ക് പുറപ്പെട്ടു. യേശു മാത്രമായിരുന്നു രൂപാന്തരം പ്രാപിച്ചത്, അതോ പത്രോസ്, യോഹനാനും യാക്കോബും രൂപാന്തരം പ്രാപിച്ചുവോ? ഇവിടെ മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ, എന്നാൽ മറ്റൊരു സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവർ ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങുന്നവർ വലിയ മഹാന്മാരാണെന്ന്. യഥാർത്ഥത്തിൽ വരുന്നതേ അതിനുവേണ്ടിയാണ്, വീട്ടിൽ ഉറക്കം വരില്ല. നമ്മുടെ ഇടയിൽ ചില ആളുകൾ അങ്ങനെയുണ്ട്, പ്രാർത്ഥിക്കുന്ന സമയത്തായിരിക്കും അവർക്ക് നല്ല നല്ല ഉറക്കങ്ങൾ വരുന്നത്. ഉറക്കം വരുന്നെങ്കിൽ നിങ്ങൾ ഉറങ്ങുക, എന്നാൽ പ്രാർത്ഥനയിൽ മാത്രം നിങ്ങൾ ഒരിക്കലും ഉറക്കം തൂങ്ങരുത്. പ്രാർത്ഥനയിൽ ഉറങ്ങുന്നവർ ദരിദ്രന്മാരാവും. ഇതിനേക്കാൾ കൂടുതൽ ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. യാക്കോബിനെ, പത്രോസിനെ, യോഹനാനെ അവിടെ ആക്കിയിട്ട് കർത്താവ് പോയി. അതുപോലെ തന്നെ ഗത്സമനയിൽ പോയ സമയത്തും ഇതുതന്നെയാണ് സംഭവിച്ചത്. നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയപ്പോൾ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ അവരിന്ന് ഉറക്കം തൂങ്ങുന്നു. വീണ്ടും നിങ്ങൾ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞിട്ട് വീണ്ടും വന്ന് നോക്കുന്ന സമയത്ത് അതേപോലെ ഉറക്കം തൂങ്ങുന്നു. മനസ്സ് ശരിയല്ലാത്ത ആളുകൾക്ക് പ്രാർത്ഥന മാത്രം വരില്ല, ഉറക്കമേ വരൂ. മനസ്സ് ശരിയാക്കണമെന്ന ആഗ്രഹമില്ലാത്തവർക്ക് ഉറക്കം മാത്രമേ ഉണ്ടാകൂ.
പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവസന്നിധി നിന്റെ മനസ്സിനെ പകരുന്നതാണ്. ദൈവസന്നിധി നിന്റെ മനസ്സിൽ ശരിയല്ലാത്ത കാര്യങ്ങളെ നീ ക്രമീകരിക്കുന്നതാണ്. വായു തുറന്ന് കർത്താവിനോട് പറയുന്നതാണ്, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തെറ്റുകളുണ്ട്, നീ എന്നോട് ക്ഷമിക്കൂ, എൻ്റെ ജീവിതത്തിലെ കുറവുകൾ എന്നോട് ക്ഷമിക്കണമേ എന്നുള്ള നിന്റെ വിചാരങ്ങൾ, ചിന്തകൾ പ്രാർത്ഥനയായി മാറുമ്പോഴാണ് അനുഗ്രഹം പ്രാപിക്കുന്നത്. പത്രോസും യോഹന്നാനും യാക്കോബും അവിടെ നോക്കിയപ്പോൾ ആകാശത്ത് വലിയൊരു വെളിച്ചം കാണാനിടയായി. യേശു രൂപാന്തരം പ്രാപിച്ചു വന്നപ്പോൾ ഒരു വശത്ത് ഏലിയാവ്, മറുവശത്ത് മോശ. യേശു കർത്താവ്, മോശ, ഏലിയാവ്, ഇവർ 3 പേരും കൂടെ അവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. മോശ ആരാണ്? സകല ജ്ഞാനവുമുള്ളവൻ, ഫറവോന്റെ കൊട്ടാരത്തിൽ അവന്റെ മകനെ പോലെ വളർന്നവൻ. അവൻ യൗവനപ്രായം കഴിഞ്ഞിട്ട് മുതിർന്ന സമയത്ത് അവനൊരു തീരുമാനമെടുക്കുവാനിടയായി. മിസ്രൈമിലെ ധനത്തെക്കാൾ ദൈവത്തിന്റെ മക്കളോടൊപ്പം കഷ്ടം അനുഭവിക്കുന്നത് തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ധനമായി കാണപ്പെട്ടവൻ ദൈവത്തിന്റെ ജനത്തോട് ഒപ്പം കഷ്ടം അനുഭവിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു തീരുമാനമെടുത്തു. വലിയൊരു നായകനായി മാറി. ഏകദേശം 20 ലക്ഷം ജനങ്ങളെ 40 വർഷക്കാലം മരുഭൂമിയിൽ കൂടി കൊണ്ടുവന്ന് സ്വർഗത്തിലുള്ള അനുഗ്രഹങ്ങൾ അവരുടെ ജീവിതത്തെ നിറച്ചു കാണിച്ച് അവരെ നടത്തിക്കൊണ്ടുവന്ന നായകൻ. ന്യായപ്രമാണത്തെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങാൻ മലയിൽ പോയി ഉപവസിച്ചവൻ ഉൽപ്പത്തി പുസ്തകം, പുറപ്പാട് പുസ്തകം, ലേവ്യ പുസ്തകം, സംഖ്യാപുസ്തകം, ആവർത്തന പുസ്തകം എന്നുള്ളതായ 5 പുസ്തകങ്ങൾ എഴുതിയത് ആരാണെന്നറിയാമോ? ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ മലമേൽ ഇരുന്നിട്ട് എഴുതി. മോശ പുറപ്പാട് പുസ്തകം എഴുതിയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം പിന്നെ എങ്ങനെയാണ് എഴുതിയെന്ന് ഒരാൾ ചോദിച്ചു. മോശയാണ് എഴുതിയത്, എന്നാൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ച് എഴുതിയത് കൊണ്ട് അത് മോശയെ കൊണ്ട് എഴുതിച്ചു. ദൈവത്തിന് ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് ചെയ്യുവാൻ ഒരു വ്യക്തി ആവശ്യമാണ്. ന്യായപ്രമാണം എഴുതുവാൻ വേണ്ടി ദൈവം മോശയെ ഉപയോഗിച്ചു. നിന്നെയും ഒരു പ്രത്യേക കാര്യം ചെയ്യുന്നതിന് വേണ്ടി ദൈവം തീർച്ചയായും ഉപയോഗിക്കും. ദൈവം തന്നെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് അറിയേണ്ടതിന് ദൈവം എല്ലാവരെയും എപ്പോഴും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. വിശ്വസ്തന്മാരായ വ്യക്തികൾ ആരെങ്കിലും ഉണ്ടോ? ഞാൻ സ്വർഗീയ ശക്തി അവർക്ക് കൊടുക്കും, എൻ്റെ ആത്മശക്തിയെ കൊടുക്കാം, അനുഗ്രഹം ഞാൻ അവർ കൊടുക്കും, അവരെ ഞാൻ നായകനാക്കി മാറ്റും, അവനെ ഞാൻ എൻ്റെ കൃപാവരങ്ങളാൽ നിറച്ച് ഉപയോഗിക്കാനിടയാകും, അവനെ ഞാനൊരു നല്ല ദൈവദാസനാക്കി മാറ്റും എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുകയാണ് നാം എപ്പോഴും കൂടി വരുന്ന സമയത്ത്. നമ്മുടെ കണ്ണുകൊണ്ട് കാണുകയില്ല ഇവിടെ ദൈവദാസന്മാർ എന്താ കാണുന്നതെന്ന്, എന്നാൽ നമ്മുടെ കർത്താവ് കാണുന്നുണ്ട്. ആരാണോ എൻ്റെ വാക്കിനെ അനുസരിക്കുന്നത് അവൻ്റെ മേൽ ഞാൻ ദൃഷ്ടി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നു. എന്നെ മാറ്റൂ കർത്താവേ, എന്നോട് സംസാരിക്കൂ, എൻ്റെ കാര്യങ്ങൾ എന്നെ അറിയിക്കൂ എന്ന് കർത്താവിനോട് നീ പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുകയാണെങ്കിലേ ദൈവത്തിന്റെ ദൃഷ്ടി നിന്റെ മേൽ വരികയും നിനക്ക് ആലോചന പകർന്നു തന്നെ നടത്തുകയും ചെയ്യൂ. ആ മോശ, ന്യായപ്രമാണം കൊണ്ടുവന്നതായ മോശ, പഴയ നിയമവിശ്വാസികൾക്ക് എല്ലാം ഒരു നിയമത്തെ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരുവാൻ ഇടയായി. മറുവശത്ത് ഏലിയാവ്. ഏലിയാവ് ആരാണ്? പ്രവാചകൻ എന്ന് വിളിക്കപ്പെട്ടവൻ. നമ്മെപ്പോലെ സാധാരണ വ്യക്തിയാണെന്നാണ് പറയുന്നത്. ഏലിയാവ് നമ്മെപ്പോലെ സാധാരണ വ്യക്തിയായിരുന്നു. എന്നാൽ മഴ പെയ്യാതിരിക്കേണ്ടതിന് പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷക്കാലം മഴ പെയ്യാതിരുന്നു. മഴ പെയ്യുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ 3.5 വർഷത്തിന് ശേഷം വീണ്ടും മഴ പെയ്തു. സാധാരണ വ്യക്തിയാണ്. നീയും സാധാരണ വ്യക്തിയാണ്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ, സാധാരണ വ്യക്തിയായ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുത കാര്യങ്ങളെ നിന്നിൽ കൂടി ചെയ്യാനിടയാകും. പ്രവാചകന്റെ സ്ഥാനത്ത് ഏലിയാവ് വന്നു. ന്യായപ്രമാണം കൊണ്ടുവരുന്നതിന് വേണ്ടി മോശ വന്നു. ന്യായപ്രമാണത്തിലെ എല്ലാ കാര്യങ്ങളും നിവർത്തിക്കുന്നതിന് വേണ്ടി യേശു വന്നു. നിന്റെ ദൈവമായ യഹോവ നിനക്ക് എന്നെപ്പോലെ ഒരു പ്രവാചകനെ നിന്റെ മധ്യേ നിന്റെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കും, അവന്റെ വചനം നിങ്ങൾ കേൾക്കണമെന്ന് പറഞ്ഞു എന്നൊക്കെ അവർ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കാനിടയായി പത്രോസിന് എളുപ്പം ഉറക്കം വരികയും ചെയ്യും, എളുപ്പം എഴുന്നേൽക്കുകയും ചെയ്യും. ചിലർ പെട്ടെന്ന് ഉറങ്ങും, പെട്ടെന്ന് എഴുന്നേൽക്കുകയും ചെയ്യും. ചിലരാണെങ്കിൽ പെട്ടെന്ന് ഉറങ്ങത്തില്ല, എന്നാൽ ഉറങ്ങിയാലോ പിന്നെ എഴുന്നേൽക്കത്തേ ഇല്ല. രണ്ടും പ്രശ്നമാണ്. രാത്രി മുഴുവൻ വെളുപ്പിനെ 3:30 വരെ ഉറക്കം വരത്തേയില്ല. ഉച്ചയ്ക്ക് 2-2:30 വരെ ഉറങ്ങുകയും ചെയ്യും. ശരിയല്ലേ? ചിലരാണെങ്കിൽ കാക്കയുടെ ഉറക്കം പോലെയാണ്. കാക്കയുടെ ഉറക്കമെന്ന് പറയാറുണ്ട്. ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ഉറങ്ങുകയും എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ടേയിരിക്കും. നല്ലവണ്ണം ഉറങ്ങുകയാണെങ്കിൽ ഒരു 8 മണിക്കൂർ കിടന്ന് ഉറങ്ങുക, അല്ലെങ്കിൽ 7 മണിക്കൂർ ഉറങ്ങുക, അത് മതി. തോന്നുമ്പോഴെല്ലാം കിടന്നുറങ്ങരുത്, തോന്നുന്ന സ്ഥലത്തെല്ലാം കിടന്നുറങ്ങരുത്. സിറ്റിയിലുള്ള ആളുകളാണെങ്കിൽ താമസിച്ച് കിടക്കുന്നത് കൊണ്ട് ഒരു 10-11:30 കിടക്കുന്നത്. നിങ്ങൾ ആ സമയത്ത് കിടന്നുകൊള്ളൂ.
നിങ്ങളുടെ സമയത്തെ ക്രമീകരിച്ചുകൊണ്ട് നിങ്ങൾ രാവിലെ എഴുന്നേൽക്കാൻ ശ്രമിക്കൂ. നിങ്ങൾ എഴുന്നേറ്റാൽ ഉടൻ തന്നെ ദൈവത്തോടൊപ്പം സമയം ചിലവഴിക്കൂ. നിങ്ങൾക്ക് അന്നൊരു ഡിസ്റ്റർബൻസും ഉണ്ടാവുകയേ ഇല്ല, ഒരു അസ്വസ്ഥതയും ഉണ്ടാകില്ല. എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്ത് ചെയ്യണമെന്നറിയാതെ തലച്ചൂടാകുന്ന ഒരവസ്ഥ, എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവുകയില്ല. ഉറക്കം തൂങ്ങുന്ന വ്യക്തികൾക്ക് അങ്ങനെയേ സംഭവിക്കൂ. നല്ല ഫ്രഷ് ആയിട്ട് എഴുന്നേൽക്കൂ. കർത്താവേ, ഹല്ലേലൂയ, ഇന്നൊരു ദിവസം എനിക്ക് നൽകി, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, എൻ്റെ കുടുംബത്തിലെ കാര്യങ്ങൾ ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എൻ്റെ മാതാപിതാക്കളെ എങ്ങനെയാണ് സഹായിക്കണം, എങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യേണ്ടത്, ഒരു ഫ്രഷ് ഡേ. അങ്ങനെ ആയിരിക്കണം ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. പ്രാർത്ഥനയില്ലാതെ തോന്നുമ്പോൾ കിടന്നുറങ്ങുന്ന വ്യക്തികൾക്ക്, തോന്നുമ്പോൾ എഴുന്നേൽക്കുന്ന വ്യക്തികൾക്ക് എങ്ങനെയാണ്? ഇതാ കണ്ണു തുറന്ന് നോക്കിയാൽ 3 വ്യക്തികൾ അവിടെ നിൽക്കുകയാണ്. അയ്യോ, കർത്താവ് മാത്രമാണല്ലോ വന്നത്, ഇപ്പോൾ 3 പേരുണ്ടല്ലോ എന്നൊക്കെ അവർ ചിന്തിച്ച് അന്തം വിട്ട് ഇരിക്കുകയാണ്. അവരങ്ങനെ ഞെട്ടിപ്പോയ സമയത്ത് ഒരു വശത്ത് സന്തോഷം, മറുവശത്ത് അവർക്ക് ഭയം. ആ ഭയത്തോടുകൂടി അവർ പറയുകയാണ്, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നമുക്ക് നല്ലതാണ്. നിനക്കൊന്നും മോശയ്ക്കൊന്നും ഏലിയാവിനും ഒന്നുമായി 3 കുടിലുകൾ നമുക്കിവിടെ കെട്ടാം എന്ന് പറഞ്ഞു. നമുക്കിവിടെ തന്നെ ആയിരിക്കാം, നമുക്കിവിടെ തന്നെ താമസിക്കാം. 3 കുടിലുകൾ ഇവിടെ കെട്ടാം. 1 മോശയ്ക്ക്, 1 ഏലിയാവിന്, 1 നിനക്ക്. ഞങ്ങൾ 3 പേരും ശുശ്രൂഷ ചെയ്യാം. ഒരാൾ നിന്റെ അടുത്ത്, ഞാൻ നിന്റെ അടുത്ത്, ഒരാൾ യാക്കോബ് മോശയുടെ അടുത്ത്, ഒരാൾ ഏലിയാവിൻ്റെ അടുത്ത്. യോഹന്നാൻ മോശയുടെ അടുക്കൽ ശുശ്രൂഷ ചെയ്തോളും, ഇവിടെ തന്നെ താമസിക്കാമെന്ന് പറയുകയാണ്. അതല്ല, എത്ര പേരാണ് ശിഷ്യന്മാർ? അതും അറിയില്ലേ. ആ മുകളിലേക്ക് എത്ര പേരാണ് വന്നത്? ബാക്കിയുള്ളവർ എത്ര പേരുണ്ട്? ഇവരുടെ കാര്യം ഓക്കെ ആയാൽ ബാക്കിയുള്ളവരുടെ കാര്യം എന്താകും? നമ്മൾ സെറ്റിലായാൽ മതി, ബാക്കിയുള്ളവരുടെ കാര്യം നമുക്ക് അറിയേണ്ട കാര്യമില്ല. ശരിയല്ലേ? നമ്മുടെ കാര്യം സെറ്റിലാവണം, അത്രയേ ഉള്ളൂ. മറ്റുള്ളവരുടെ കാര്യം നമുക്ക് അറിയേണ്ടില്ല. ഇത് മനുഷ്യന്റെ ബുദ്ധിയാണ്, ഇത് സ്വാർത്ഥ വിചാരമാണ്. ശിഷ്യന്മാർ 9 പേർ താഴെ നിൽക്കുകയാണ്. അവരെയും കൂടെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നുണ്ടോ? ചില ആളുകൾക്ക് ഇങ്ങനെയാണ്, ഒരു ചിന്തയും ഉണ്ടാകത്തില്ല, ഒരു ആലോചനയും വരില്ല. എൻ്റെ കൊച്ചുമക്കൾ കുറെ നാൾ ഒരുമിച്ചായിരുന്നു താമസിച്ചിരുന്നത്. ഇപ്പോൾ എന്ത് പറ്റി? അവർ 3 സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിക്കുവാനിടയായി. ഞാൻ 3 സ്ഥലങ്ങളിലും പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് അവിടെ ചെല്ലുമ്പോൾ ഇവിടുത്തെ ആൾക്കാരുടെ കാര്യം, ഇവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ആൾക്കാരുടെ കാര്യം അവർ ചോദിക്കാറുണ്ട്. അവിടെ ചേച്ചി സുഖമായിട്ടിരിക്കുന്നോ, ചേട്ടൻ സുഖമായിട്ടിരിക്കുന്നോ, സഹോദരൻ സുഖമായിട്ടിരിക്കുന്നോ? എന്തൊരു സ്നേഹമാണ് ഇവർക്ക് തമ്മിൽ. കസിൻ സഹോദരന്മാർക്ക് ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ അത്ര വലിയ കാര്യമാണ് ഈ കാലത്ത്. നോക്കൂ, സ്വന്തം സഹോദരന്മാർ തന്നെ പരസ്പരം അവരുടെ കാര്യങ്ങളിലൊന്നും പരിഗണിക്കുന്നതേയില്ല. ദൈവത്തിന്റെ സ്നേഹമുള്ള വ്യക്തികൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കും. ഉറക്കം തൂങ്ങികൾക്ക് ഉറക്കം, തീറ്റ വിഷയം വരുമ്പോൾ നോക്കി എവിടെയുമില്ലാത്ത സന്തോഷമായിരിക്കും ഇവർക്ക്. എപ്പോഴും ഉറങ്ങുന്നവർക്കും കഴിക്കുന്നവർക്കും തമ്മിൽ വളരെ ബന്ധമാണുള്ളത്. അലസന്മാർക്കും തീറ്റപ്രിയന്മാർക്കും. ഉറക്കം തൂങ്ങികൾ അലസന്മാർ, തീറ്റപ്രിയന്മാർ, ഉറക്കം തൂങ്ങികൾ, മടിയന്മാർ. അങ്ങനെ പലതരത്തിലുള്ള ആൾക്കാർ നമ്മുടെ നടുവിലുണ്ട്. എത്ര തരത്തിലുള്ള ഡിഗ്രികളുണ്ട് നിങ്ങൾക്കറിയാമല്ലോ. നീ മടിയനാണോ, ഉറക്കം തൂങ്ങിയാണോ, തീറ്റപ്രിയനാണോ, അലസനാണോ? നോക്കൂ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളെ നമ്മുടെ നാട്ടിൽ സാധാരണ കാളകൾ എന്നാണ് വിളിക്കാറുള്ളത്. തിന്നുകൊടുത്തിങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടേയിരിക്കും, ഒരു പണിയും ചെയ്യില്ല, കറങ്ങി നടക്കുകയാണ് അതിൻ്റെ പണി. ഒരു യൗവനക്കാരനും ഇങ്ങനെ ജോലിയൊന്നും ചെയ്യാതെ ഭക്ഷണം കഴിച്ച് സമയം ചിലവഴിച്ച് വെറുതെ സംസാരിച്ച് കറങ്ങി നടന്ന് ചാറ്റിങ്. സെൽഫോണിൽ എപ്പോഴും പരസ്പരം ചാറ്റിംഗ് ആണ്. പണ്ടുള്ള ആൾക്കാർ പണി ചെയ്തുകൊണ്ടായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുന്നുണ്ട്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ അങ്ങനെയുള്ള പണികളൊന്നുമില്ല, സെല്ലിൽ മാത്രമാണ് ചാറ്റിങ്. ചാറ്റിങ്ങുകൾ ചെയ്തുകൊണ്ട് ചീറ്റിംഗ് ചെയ്യുവാനുള്ളതല്ല. ഒരു ലക്ഷ്യമുള്ള വ്യക്തി, ഒരു ജോലി ചെയ്യുന്ന വ്യക്തി വൃഥാ സംസാരിക്കത്തില്ല, വെറുതെ സമയം പോകാൻ വേണ്ടി സംസാരിക്കത്തില്ല. ഉത്തരവാദിത്തമില്ലാത്തവനെ പോലെ ഏത് കാര്യം ചെയ്താലും നാം കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കൽ അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. പണി ചെയ്യുമ്പോൾ അധികമായി നാം സംസാരിക്കുകയാണെങ്കിൽ അതിലെല്ലാം ദോഷമുണ്ടാകും. നമ്മുടെ സംസാരത്തിൽ കൂടി നമുക്ക് ദോഷമുണ്ടാകുന്നു. ഇന്ന് അനേകം ആളുകളുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യമില്ല. യേശുക്രിസ്തുവിനെ പിന്തുടർന്നു വന്നതായ പത്രോസിന്റെയും യാക്കോബിന്റെയും യോഹന്നാന്റെയും സ്ഥിതി അങ്ങനെ തന്നെയാണ്. ഇവിടെ തന്നെ നമുക്ക് താമസിക്കാമെന്ന് പറയുന്നു, ഇവിടെ നമുക്ക് സെറ്റിലാകാമെന്ന് പറഞ്ഞു. കർത്താവ് അങ്ങനെയല്ല. കർത്താവ് ഗ്രാമങ്ങളിൽ പോലും നടന്ന സുവിശേഷം പറയുകയാണ്. മനുഷ്യന്റെ ദുഃഖവും നെടുവീർപ്പുകളെല്ലാം കണ്ടിട്ട്, അവരുടെ കഷ്ടതകൾ കണ്ടിട്ട് അവൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ തന്നെ സെറ്റിലായി പോകാമെന്നാണ് ഇവർ പറയുന്നത്.
ചിലർ പറയാറുണ്ട്, നിങ്ങൾ ചെന്നൈയിൽ സെറ്റിലായി പോയോ? സെറ്റിലായി പോകുന്നത് എങ്ങനെയാണ്? ലോകത്തിൽ നമുക്ക് സെറ്റിലാവാൻ കഴിയുകയില്ല. നാം എവിടെയാണ് സെറ്റിലാവുന്നതെന്നറിയാമോ? നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നമ്മുടെ സിറ്റിസൺഷിപ്പ് സ്വർഗത്തിലാണ്. ഈ ലോകത്തിൽ നാം യാത്രക്കാരാണ് നാം. ദൈവം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്തോളം താമസിക്കുക. അവിടെ നിൽക്കാൻ പറഞ്ഞാൽ അവിടെ നിൽക്കുക. അങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അങ്ങോട്ട് പോവുക. നമ്മൾ യാത്രക്കാരാണ്. അതാണ് ഈ ലോകം നമുക്കുള്ളത്. നമുക്കല്ലാതെ സ്ഥിരമായി താമസിക്കുവാനുള്ളതല്ല ഇവിടം. ഞാൻ പോയിട്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ, ഞാൻ സ്ഥലം ഒരുക്കിയിട്ട് നിങ്ങളും ഞാൻ ആയിരിക്കുന്നിടത്ത് ആയിരിക്കേണ്ടത് നിങ്ങളെ വന്നിട്ട് വീണ്ടും ചേർത്തുകൊള്ളാമെന്ന് കർത്താവ് പറഞ്ഞു. അവിടെ യുഗങ്ങളോളം നിത്യതയോളം നമുക്ക് അവിടെ താമസിക്കാൻ കഴിയും. ഈ ഭക്തിയെല്ലാം അതിന് അവകാശികളായി മാറുന്നതിന് വേണ്ടിയാണ്. എന്നാൽ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ചിന്ത എത്ര സ്വാർത്ഥകരമാണ്. നമുക്കിവിടെ സെറ്റിലായി പോകാം. അവിടെ ഒരു വചനമുണ്ട്, നമുക്ക് വായിക്കാം. താൻ എന്തു പറയേണ്ടു എന്നവൻ അറിഞ്ഞില്ല. അവർ ഭയപരവശർ ആയിരുന്നു. അവന് എന്തു പറയണമെന്ന് മനസ്സിലായില്ല. ഭയപ്പെട്ടു പോയി. പിന്നെ എന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കുക. പിന്നെ ഒരു മേഘം വന്നു, അവരുടെ മേൽ നിഴലിട്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്നൊരു ശബ്ദവും ആ മേഘത്തിൽ നിന്ന് ഉണ്ടായി. അവർ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മേഘം വരുവാൻ ഇടയായി. ആ മേഘത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുവാൻ ഇടയായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പീനെന്ന്. കണ്ണു തുറന്ന് നോക്കിയ സമയത്ത് പെട്ടെന്ന് അവർ ചുറ്റും നോക്കിയാറെ തങ്ങളോട് കൂടെ യേശുവിനെ മാത്രം അല്ലാതെ അവർ ആരെയും കണ്ടില്ല. യേശുവിനെ അല്ലാതെ വേറെ ആരെയും അവർ കണ്ടില്ല. നിന്റെ ജീവിതത്തിൽ, നിന്റെ ദൃഷ്ടിയിൽ യേശുവിനെ അല്ലാതെ വേറെ ആരെയെ നീ നോക്കിയാലും നീ ദുഃഖിക്കും. യേശുവിൻ്റെ അല്ലാതെ വേറെ ആരുടെയും വാക്ക് കേട്ടാലും നിനക്ക് നഷ്ടമുണ്ടാകും. കർത്താവ് യേശുവിൻ്റെ വാക്ക് കേട്ടാൽ, അവനിലേക്ക് നീ ദൃഷ്ടി അയച്ചാൽ നിന്റെ ആത്മീയ ജീവിതം മുൻപോട്ട് പോകുവാൻ ഇടയാകും. മനുഷ്യനെ വിശ്വസിച്ച്, ലോകത്തിന്റെ സാഹചര്യങ്ങളെ വിശ്വസിച്ച്, ലോകത്തിന്റെ കാര്യങ്ങളിൽ ആശ്രയം വെച്ചിട്ട് ലോകത്തിൽ തന്നെ സെറ്റിലായി പോകാമെന്ന് വിചാരിച്ചാൽ നിന്റെ ജീവിതം ലക്ഷ്യമില്ലാതെ പോകും. അതുകൊണ്ട് ശ്രദ്ധിക്കും, നാം പറഞ്ഞത് ഒരാളേ ഉള്ളൂ, ഒരാൾ മാത്രമേ ഉള്ളൂ. ആരാണത്? യേശു. 1971 ഫെബ്രുവരി 15 ദൈവം എനിക്ക് ജീവൻ നൽകിയത് മുതൽ ഈ ദിവസം വരെയും എൻ്റെ ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചവൻ യേശുവാണ്, എന്നെ ബലപ്പെടുത്തിയവൻ യേശുവാണ്, എന്നെ നടത്തിയവൻ യേശുവാണ്, എന്നെ സകല വിഷയങ്ങളിലും എന്നെ സഹായിച്ചവൻ യേശു മാത്രമാണ്. യേശുവിലേക്ക് നോക്കിക്കൊണ്ട് ഞാൻ ജീവിച്ചപ്പോൾ ഒരു കുറവും കൂടാതെ എന്നെ കർത്താവ് നടത്തി. ഇത് അതിപ്രധാനമായ സമയമാണ്. കർത്താവ് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുത കാര്യം ചെയ്യുന്ന സമയമാണ്. നിന്റെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് വലിയൊരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിതത്തിൽ കൂടി ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. ജനങ്ങൾക്കെല്ലാം ഉപയോഗപ്രദമുള്ള ഒരു വ്യക്തിയായി നിന്നെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. എന്ത് ബുദ്ധിമുട്ടുണ്ടായാലും, എന്ത് സങ്കടമുണ്ടായാലും, എന്നാൽ അസാധ്യമായതൊന്നുമില്ലെന്ന് കർത്താവ് പറഞ്ഞു. നിന്റെ ഹൃദയത്തിന്റെ വേദനയിൽ നിന്ന്, നിന്റെ മനസ്സിലുള്ളതായ സങ്കടത്തിൽ നിന്ന്, നിന്റെ ഡിപ്രഷനിൽ നിന്ന്, നിന്റെ അധൈര്യത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്നതിന് വേണ്ടി കർത്താവ് ഒരുങ്ങിയിരിക്കുകയാണ്. അവങ്കലേക്ക് നോക്കൂ. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരു പ്രാവശ്യം കൂടെ നിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ ഒരുമിച്ച് വരികയാണ്. നിന്റെ മക്കളെയെല്ലാം നോക്കണമേ, യുവജനങ്ങളെല്ലാം നീ നോക്കണമേ, ദമ്പതികളെ നോക്കണമേ, മാതാപിതാക്കളെ നീ നോക്കണമേ, പ്രായമുള്ള വ്യക്തികളെ നീ നോക്കണമേ. എനിക്ക് ജീവിക്കുവാൻ കഴിയുന്നില്ല, ഒന്നും സാധിക്കുവാൻ കഴിയുന്നില്ല, ബലഹീനനായിപ്പോയി, എനിക്കൊന്നും ചെയ്യുവാൻ കഴിയുന്നതേയില്ല, എൻ്റെ യൗവനകാലത്തിൽ ഒരു ലക്ഷ്യമില്ലാതെ ഞാൻ ജീവിക്കുന്നുവെന്ന് കർത്താവേ എന്നെ സഹായിക്കൂ എന്ന് ആരൊക്കെയാണോ തൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ നിന്ന് നിന്നോട് നിലവിളിക്കുന്നത്, അവരെ ഈ ദിവസം സഹായിക്കുമാറാകണമേ. അവരെ നിന്റെ മഹത്വം കാണിച്ചു കൊടുക്കണമേ. ആ കാലത്ത് ഒരു മേഘം വന്ന സമയത്ത് ആ രൂപാന്തരം പ്രാപിച്ചതായ ആ മലമേൽ വെട്ടിത്തിളങ്ങുന്ന വസ്ത്രം ധരിച്ചിരിക്കുന്ന സമയത്ത് രൂപാന്തരപ്പെട്ടതായ കർത്താവേ, ആ മേഘത്തിൽ നിന്ന് കേട്ടതായ ശബ്ദം, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ എന്ന് നിന്റെ ശബ്ദം കേൾപ്പിക്കുന്നത് പോലെ ഈ മക്കളോട് നീ സംസാരിക്കണമേ. അന്ന് നീ ശമൂവേലിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. അന്ന് നീ മോശയോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ ദൈവമേ.
അന്ന് നീ അബ്രഹാമിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. അന്ന് ശൗലിനോട് നീ സംസാരിച്ചതുപോലെ സംസാരിക്കണമേ ദൈവമേ. അന്ന് നീ ഏലിയാവിനോട് സംസാരിച്ചതുപോലെ സംസാരിക്കണമേ കർത്താവേ. നിന്റെ സ്വരത്തെ ഞങ്ങൾക്ക് കേൾക്കുവാൻ തക്കവണ്ണം ചെവികളെ ഞങ്ങൾക്ക് നൽകണമേ. ഇന്നിവിടെ നിൽക്കുന്ന എല്ലാ യുവജനങ്ങളെ നീ കാക്കണമേ. അനേക മിഷണറിമാരെ എഴുന്നേൽപ്പിക്കണമേ. ഇവിടെ നിന്ന് വലിയ വലിയ സയന്റിസ്റ്റുകൾ ഞങ്ങളുടെ നടുവിൽ നിന്ന് എഴുന്നേൽക്കണമേ. ദൈവത്തിന്റെ കയ്യാൽ ഉപയോഗിക്കപ്പെട്ട അനേകർക്ക് നന്മ ചെയ്യുന്ന അനേക ജീവിതങ്ങളെ നീ എഴുന്നേൽപ്പിക്കുമാറാകണമേ. ആർക്കൊക്കെ ഏതൊക്കെ താലന്തുകളുണ്ട് അതെല്ലാം നീ അവർക്ക് വെളിപ്പെടുത്തണമേ. അതിനെ കീഴ്പ്പെടുവാൻ അവരെ നീ സഹായിക്കണമേ. ഇന്ന് ഞങ്ങൾ കേട്ടതായ വചനങ്ങളെ ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ, ഇരുന്നിട്ട് ആലോചിക്കുവാൻ, നിന്നിൽ സമർപ്പണത്തോടെ മുൻപോട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കുമാറാകണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കടന്നു വന്നിരിക്കുന്ന എല്ലാ ജീവിതങ്ങളുടെ മേലും എല്ലാ സമയത്തും കൂടെയിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ, 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 യേശുവേ. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ, 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 യേശുവേ.